നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ കസ്റ്റാർഡ് പൗഡറോ കോൺഫ്ലോറോ ഒന്നും ഇല്ലാതെ തന്നെ സാഗോ മാംഗോ കസ്റ്റാർഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ മാംഗോ കസ്റ്റാർഡ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചവ്വരി നന്നായിട്ട് കഴുകിയിട്ട് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. സാഗോ പേൾസ്, സാഗോ സീഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മൾ പായസം ഉണ്ടാക്കാറുള്ള ചവ്വരിയാണിത്. ഇതിപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. 1 മണിക്കൂറാണ് ഞാൻ കുതിരാൻ വെച്ചത്. ഇനി മിക്സിയുടെ ഒരു ജാറിലേക്ക് നല്ല കഴമ്പുള്ള 2 കപ്പ് മാങ്ങ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് 1/2 കപ്പ് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നന്നായിട്ട് അടിച്ചെടുത്ത് ഈ പൾപ്പ് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം 1 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. മാംഗോ കസ്റ്റാർഡ് നമ്മൾ തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ ഇതുപോലെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരാഴ്ചയൊക്കെ കേടാവാതെ ഇരുന്നോളും. നമ്മൾ വേവിച്ചില്ലെങ്കിൽ അതിൻ്റെ ഈ മാങ്ങയുടെ കളറ് മാറാനും അതിൻ്റെ ടേസ്റ്റിൽ ചെറിയ വ്യത്യാസം വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നത്. അപ്പോൾ അത് ചൂടാറുന്നത് വരെ പുറത്തൊരു ബൗളിലിരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇനി സാഗോ സീഡ്സും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി മാങ്ങ വേവിച്ച ആ സെയിം പാനിലേക്ക് നമുക്ക് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്ന മാങ്ങയുടെ അംശങ്ങളൊക്കെ ഒന്ന് അതിനകത്തേക്ക് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ സാഗോ സീഡ്സ് നന്നായിട്ട് കഴുകി ആ വെള്ളത്തിൽ നിന്ന് വാരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഈ വെള്ളം നന്നായിട്ട് വറ്റുന്നത് വരെ ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കൊരു കൂട്ടും കൂടെ തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ചവ്വരി അധികം ഗ്യാപ്പില്ലാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കും, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും, തമ്മിൽ ഒട്ടിപ്പിടിച്ചൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഈ പാലിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചവ്വരി ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പാൽപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഈ പാലിൽ അലിഞ്ഞു വരണം. അപ്പോൾ ഒരു വിസ്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ടേ. ഇനി നമുക്ക് ഈ മിക്സ് വെന്ത ചവ്വരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്യാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് കൊടുത്തേക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. കൂടാതെ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം കണ്ട് റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്യണേ. അതായത് ഇപ്പം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ അടിയിലും ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പോലും ചെറുതായിട്ട് ഇങ്ങനെ പാട പോലെ കെട്ടുന്നത് കണ്ടില്ലേ? അടിയിൽ ഇങ്ങനെ പിടിച്ചിട്ടാണത്. അപ്പം ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കണ്ട കേട്ടോ. ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് 2 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാൽപ്പാടം മുകളിലും കെട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കതൊന്ന് പതുക്കെ ഒന്ന് ചൂട് കുറച്ച് കുറയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം മാങ്ങയുടെ ചൂടൊക്കെ ഒരുവിധം പോയിട്ടുണ്ട്. ഇനി ചവ്വരി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചവ്വരിയുടെ ചൂട് കുറച്ചും കൂടി ആറാനുണ്ട്, അത് കുഴപ്പമില്ല. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് രണ്ടും കൂടെ. എന്നിട്ട് ചൂടാറിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് തിക്കൻ ചെയ്യാനായിട്ട് കോൺഫ്ലോർ ആഡ് ചെയ്തില്ല, മൈദ ആഡ് ചെയ്തില്ല, റൈസ് ഫ്ലോർ ആഡ് ചെയ്തില്ല. പിന്നെ ഇത് ടേസ്റ്റ് കൂട്ടാനും തിക്കൻ ചെയ്യാനും വേണ്ടി കസ്റ്റർഡ് പൗഡറും ആഡ് ചെയ്തില്ല കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ കളറും ആഡ് ചെയ്തില്ല കേട്ടോ. ഇത് മാങ്ങയുടെ ഒറിജിനൽ കളറാണ്. പിന്നെ നല്ല അടിപൊളി ടേസ്റ്റും ആണ് കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അവസാനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ. താങ്ക്